കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ അന്വേഷണ സംഘം അടുത്തയാഴ്ച കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. കാസർഗോഡ് അഡീഷണൽ ജില്ലാ കോടതി 1-ലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. സംഭവം നടന്ന് 35 ദിവസം കൊണ്ടാണ് അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കിയത്. മെയ് 15-നായിരുന്നു കാഞ്ഞങ്ങാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം നടന്നത്. കേസിൽ അന്വേഷണ സംഘം അതിവേഗം കുറ്റപത്രം തയ്യാറാക്കി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കുടക് സ്വദേശി PA സലീം എന്ന സൽമാനാണ് കേസിൽ 1-ാം പ്രതി. മോഷ്ടിച്ച കമ്മൽ വിൽക്കാൻ സഹായിച്ച സഹോദരി സുവൈബ 2-ാം പ്രതിയാണ്. മോഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ വീട്ടിനകത്ത് കടന്ന പ്രതി ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പീഡിപ്പിക്കാൻ തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, വീട്ടിൽ അതിക്രമിച്ചു കയറുക തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. പ്രതിയുടെ DNA പരിശോധനാ റിപ്പോർട്ടടക്കം 42 ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തോടൊപ്പം സമർപ്പിക്കും. 4 CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളും 67 സാക്ഷികളുമാണുള്ളത്. പ്രതി സലീം നേരത്തെയും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണെന്നും കുറ്റപത്രത്തിലുണ്ട്. 300 പേജുള്ള കുറ്റപത്രം തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കും. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.